ട്രേഡ് ചെയ്ത് വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവർ മെയിനായിട്ട് ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കി ട്രേഡ് മാർക്കറ്റിൽ വന്ന് പൈസ കളയാണ്ടിരിക്കുക. ഇതൊരു ഒരു അഡിക്ഷൻ കൂടി ആയതുകൊണ്ട് നമ്മൾ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് വരും, പൈസ പിന്നെയും കൊണ്ടേ കളയും. ഇതൊരു ലൂപ്പാണ്. ഇതിൽ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും അതിൽ നിന്ന് പുറത്തേക്ക് പോരാൻ പറ്റില്ല. അപ്പം നിർബന്ധമായിട്ടും നമ്മളൊരു മാസം ട്രേഡിങ് നിർത്തണം. നിർത്തിയിട്ട് ഒരു മാസത്തിന് ശേഷം 1-2 മാസമായാലും കുഴപ്പമില്ല, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാവണം. എന്നിട്ട് ഒരാഴ്ച വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് ഒന്നുകൂടെ ട്രേഡ് ചെയ്ത് നോക്കണം. ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങളപ്പോഴും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല കാര്യം ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും. ഈ 1-2 മാസം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് മിസ്റ്റേക്കാണ് പറ്റിയത് എന്ന് നോക്കണം. നമുക്ക് മിസ്റ്റേക്ക് പറ്റും. മിസ്റ്റേക്ക് എന്താണ് പറ്റിയത്, ആ മിസ്റ്റേക്കിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പിന്നെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ട്രേഡ് മാർക്കറ്റിൽ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ ആ മിസ്റ്റേക്കിനെ പരിഹരിക്കാണ്ട് വീണ്ടും മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നഷ്ടം ഉണ്ടാകും. ഇത് സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപകടമാണത്. മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കണം, എന്തായാലും മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറേ ലൈക്ക് കുറേ കമൻറ്റ് വാങ്ങിച്ച് അതിനൊന്നും ഞാൻ അനുഭവിച്ച കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് മറ്റുള്ളവർ അനുഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതിനൊരു സ്വഭാവമുണ്ട്, മാറ്റേണ്ടത് നമ്മളുടെ സ്വഭാവമാണ്. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഒരു മാസം മസ്റ്റായിട്ട് മാറിയിരിക്കണം, എന്തായാലും മാറിയിരിക്കണം. അപ്പോൾ നമ്മളുടെ മൈൻഡ് എന്താ പറയണതെന്ന് നോക്കണം. വീണ്ടും വീണ്ടും നമ്മളെ ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അഡിക്ഷനാണ്, സംശയമൊന്നുമില്ല. നമ്മളുടെ മൈൻഡ് അങ്ങനെ പോയി, ഇതൊരു ഗാംബ്ലിങ് മോഡിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മിസ്റ്റേക്കിനെ കണ്ടെത്തിയിട്ട് വീണ്ടും ട്രേഡ് ചെയ്യാൻ പറ്റണം. ഈ ഒരു മാസം കൊണ്ട് നമ്മളൊരു ട്രേഡിങ് സെറ്റപ്പും കണ്ടെത്തണം എങ്ങനെയായാലും. ഈ ട്രേഡിങ് സെറ്റപ്പിൽ മാത്രം നിന്നിട്ട് പോകാൻ പറ്റുള്ളൂ മുന്നോട്ട്. കാരണം എന്ന് വെച്ചാൽ ആ സെറ്റപ്പിൽ മാത്രം വരുമ്പോൾ ട്രേഡ് എടുക്കാനേ പറ്റുള്ളൂ. ആ ട്രേഡ് എടുക്കുക, അത് നഷ്ടം വന്നാലും ലാഭം വന്നാലും അന്നത്തെ ട്രേഡിങ് അവസാനിപ്പിച്ച് മാറാൻ നോക്കുക. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കാണ്ടിരിക്കാൻ നോക്കുക. ഇതൊക്കെയായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ ഇവിടെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ. നിങ്ങളെ കോഴ്സ് വിറ്റ് നിങ്ങളുടെ കാശ് വാങ്ങിക്കാനൊക്കെ ആൾക്കാർ ധാരാളം കാണും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എത്ര കോഴ്സ് നിങ്ങളെടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടാവും. എത്ര യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അവർ പറഞ്ഞ സ്ട്രാറ്റജീസൊക്കെ എത്ര നോക്കിയിട്ടുണ്ടാവും. മെയിനായിട്ട് 1-2 സ്ട്രാറ്റജീസാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. 1-2 സെറ്റപ്പ്, ട്രേഡിങ് സെറ്റപ്പ്, അത് തന്നെ ഫോളോ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റാനൊന്നും പാടില്ല. അത് ഫോളോ ചെയ്യുമ്പോഴല്ലേ അത് നമ്മൾക്ക് വർക്കാവില്ല എന്ന് മനസ്സിലാവുള്ളൂ. ഒരെണ്ണം ചെയ്ത് 10 ദിവസം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കിതിൽ ഏതാണ് വർക്ക് ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലാവും? ഇവിടെയൊക്കെ ഓവർ ട്രേഡ് ചെയ്താണ് നമ്മളും ഇതിനെയൊക്കെ മറികടക്കുന്നത്. ഓവർ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പണിയാവും. നമ്മൾ 10 ട്രേഡ് എടുത്ത് 10 നഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ട്രേഡും കൂടി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ ഈ കാര്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഒരു മാസം മാറി നിൽക്കാം നഷ്ടം വന്നവർ. നമ്മൾ ഇതിനകത്തുകൂടി കടന്നു പോയേക്കുന്നതുകൊണ്ട് പറയണതാണ്.